മുനമ്പം വഖഫ് ഭൂമി തന്നെയെന്ന് ഇ.ടി. മുഹമ്മദ് ബഷീർ. പ്രതിപക്ഷ നേതാവല്ല, ആര് പറഞ്ഞാലും ആ നിലപാട് ശരിയല്ല. വഖഫ് ഭൂമി അല്ല എന്ന വാദം തെറ്റാണെന്നും ഇ.ടി. മുഹമ്മദ് ബഷീർ പറഞ്ഞു. ആണല്ലോ ഇപ്പോൾ പിന്നീട് വന്നത് ഈ വഖഫ് ഭൂമി അല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തോട് നേരിട്ട കാര്യം പറയണ്ടേ? അതല്ല എൻ്റെ വാക്കുകൾ. ഞങ്ങൾ പാർട്ടി എടുത്തു പോകുന്ന നിലപാടിനെ കുറിച്ച് അത് ഒരു ഘട്ടത്തിൽ ഞാൻ വിശദീകരിച്ചല്ലോ. ആ കാര്യങ്ങളെപ്പറ്റി ലീഗിന് പറയാനുള്ള കാര്യമാണ്. മറ്റേ പ്രതിപക്ഷ നേതാവ് ആരായിരുന്നല്ലോ, പ്രതിപക്ഷ നേതാവെന്നല്ല, ഞങ്ങൾക്കുള്ള സമീപന രീതി ഇതാണ്. അതല്ലാതെ ഞങ്ങളിപ്പോൾ ഈ മീറ്റിങ്ങിൽ അതല്ല അതിലേക്ക് ഞാൻ വരാം. ഞങ്ങളുടെ ഉത്തരവാദിത്വം കൺഫ്യൂഷൻ നിൽക്കുന്ന സമയത്ത് ക്ലാരിറ്റി വരുത്തുക എന്നുള്ളതാണ്. അത് ഇഷ്യൂവിൻ്റെ പൊതു സ്വഭാവത്തിലും ഞങ്ങൾ പാർട്ടിയെപ്പറ്റി പറയുന്ന വിവാദങ്ങളിലും ഒരു നിലപാട് വ്യക്തമാക്കേണ്ടത് ധാർമ്മിക ബാധ്യതയാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അത് പ്രതിപക്ഷ നേതാവിനോട് കൃത്യമായി സംസാരിക്കും. പ്രതിപക്ഷ നേതാവിൻ്റെ കാര്യം മാത്രമല്ലെന്നേ, നമ്മൾ ആരാണോ ഞങ്ങളുടെ നിലപാടിതാണ്. അതല്ലാതെ ഞാൻ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള ഏറ്റുമുട്ടലിനല്ല നിൽക്കുന്നത്. ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ പറയാനുള്ള വാക്കുകൾ ഒരു വളച്ചുകെട്ടുമില്ലാതെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് പറയാന്നുള്ളത്. ആ പ്രതികരണത്തെ എങ്ങനെയാണ് ഇ.ടി. സാഹിബ് കാണുന്നത്? ഞങ്ങൾ പറഞ്ഞല്ലോ, പ്രതിപക്ഷ നേതാവ് അങ്ങനല്ല. അത് എന്തിനാ, അതല്ല ഞാൻ പറഞ്ഞല്ലോ, പ്രതിപക്ഷ നേതാവെന്ന് മാത്രമല്ല, ആരായിരുന്നാലും ഇത് വഖഫ് സ്വത്തല്ല എന്ന് പറയുന്നത് ശരിയല്ലെന്നാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായും മുനമ്പം വിഷയത്തിൽ UDF-ൽ ഭിന്നത രൂക്ഷമായി തുടരുന്നു എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ ഇ.ടി. മുഹമ്മദ് ബഷീർ പറയുന്നത്. വി.ഡി. സതീശൻ എന്ന കോൺഗ്രസ് നേതാവ്, പ്രതിപക്ഷ നേതാവ് പറഞ്ഞ വാക്കുകൾക്ക് എതിരാണ് ഇ.ടി. മുഹമ്മദ് ബഷീറും ലീഗ് നിലപാടും. ലീഗിൽ തന്നെ ഈ വിഷയത്തിൽ പല വിധത്തിലുള്ള ഭിന്നതകൾ കാണുന്നു. അങ്ങനെ UDF ഈ വിഷയത്തിൽ വളരെ രൂക്ഷമായ ഭിന്നതയിലൂടെയാണ് കടന്നു പോകുന്നത്. വഖഫ് ഭൂമി ആണോ അല്ലേ എന്നത് അല്ല ചർച്ചയെന്നാണ് സാദിഖ് അലി തങ്ങൾ ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രതികരിച്ചത്. ജനങ്ങളെ കുടിയിറക്കരുതെന്നാണ് മുസ്ലിം ലീഗിൻ്റെ അഭിപ്രായമെന്നും സാദിഖ് അലി തങ്ങൾ പറഞ്ഞു. വഖഫ് ഭൂമി അല്ല എന്ന് ആരും പറഞ്ഞിട്ടില്ലെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടിയും പറയുന്നു. കാര്യത്തിൽ ഒരിക്കലും യോജിക്കാൻ കഴിയുകയില്ല. അപ്പോൾ ഈ പ്രശ്നം അത് രമ്യമായിട്ട് പരിഹരിക്കണം. അതിന് സർക്കാരാണ് മുന്നിട്ട് ഇറങ്ങേണ്ടത്. അപ്പോൾ സർക്കാരിനെ ചുമതലപ്പെടുത്തുകയാണ് അന്ന് മുസ്ലിം സംഘടനകൾ ചെയ്തത്. അത് തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ നയവും. അതിൽ നിന്ന് ഒരു പിറകോട്ട് പോക്കും ഉണ്ടായിട്ടില്ല. വഖഫ് ഭൂമിയാണോ അല്ലേ എന്നുള്ളതാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുന്നത്. വഖഫ് ഭൂമി അല്ല എന്നുള്ളതാണ്. അതിലാണ് വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരുന്നത്. അതിൻ്റെ ആ ഒരു ചർച്ചകളിലേക്ക് പോകണം എന്നല്ല മുസ്ലിം സംഘടനകൾ തീരുമാനിച്ചത്. വഖഫ് സംബന്ധമായിട്ടുള്ള ഒരുപാട് ചർച്ചകൾ ചെയ്യേണ്ടാവും. പക്ഷേ ഇവിടെ അതല്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവിടെ കുടിയൊഴിപ്പിക്കുന്നൊരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. അത് സർക്കാരാണ് തടയേണ്ടത്. സർക്കാർ അതിന് വേണ്ടതായിട്ടുള്ള തീരുമാനങ്ങൾ സർക്കാർ കൈക്കൊള്ളണം എന്നുള്ളത് തന്നെയാണ്. വഖഫ് അല്ല എന്ന് മുസ്ലിം സംഘടനകളുടെ തങ്ങൾ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിന് ശേഷം വഖഫ് അല്ല എന്ന് അവരും പറഞ്ഞിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല. ഇത് വഖഫ് അല്ല എന്നാരും പറഞ്ഞിട്ടില്ല. അത് സംബന്ധിച്ച് സമൂഹത്തിലൊരു കോൺട്രവേഴ്സി വരാതിരിക്കാൻ വേണ്ടി പരസ്യ വിവാദങ്ങൾ ഒഴിവാക്കണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് മാത്രമല്ല, ഇപ്പോൾ കമ്മീഷൻ വെച്ചിരിക്കുകയല്ലേ, കമ്മീഷൻ വെച്ച് ഇനി കമ്മീഷൻ തീരുമാനിക്കണം. കമ്മീഷനാണ് ഇനി തീരുമാനിക്കേണ്ടത്. തീർച്ചയായും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി സ്വാലിഹ് ചേരുകയാണ്. സ്വാലിഹ്, മുസ്ലിം ലീഗിൻ്റെ നിലപാടുകളിലെ അവ്യക്തത ഇപ്പോഴും പ്രതിഫലിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്നത് വഖഫ് ഭൂമി ആണോ അല്ലയോ എന്ന കാര്യത്തിൽ മുസ്ലിം ലീഗിൻ്റെ നിലപാടിലെ സംഘർഷമാണ്. ഇ.ടി. മുഹമ്മദ് ബഷീർ പറയുന്നു വി.ഡി. സതീശനെ തള്ളി വഖഫ് ഭൂമിയാണ്. ഈ ലീഗിൽ തന്നെ വഖഫ് ഭൂമി ആണോ അല്ലയോ എന്നതല്ല ഇന്നത്തെ വിഷയം എന്ന അർത്ഥത്തിൽ ഉരുണ്ട് കളിക്കുന്നു. മാത്രമല്ല, ഈ നിർണായകമായ തീരുമാനം കൈക്കൊണ്ടത് ലീഗ് നേതാവ് അധ്യക്ഷനായ ബോർഡ് കമ്മിറ്റിയാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം മറച്ചുവെച്ചാണ് സർക്കാരിൻ്റെ തലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനുള്ള ഒരു നീക്കം നടത്തുന്നത്. പക്ഷേ കടുത്ത ഭിന്നതയാണ് UDF-ൽ എന്നതാണ് ഏറ്റവും ഒടുവിലത്തെ ഈ വാക്കുകൾ. അത് സാദിഖ് അലി ആയാലും കുഞ്ഞാലിക്കുട്ടി ആയാലും ഇ.ടി. മുഹമ്മദ് ബഷീർ ആയാലും വി.ഡി. സതീശനെ തള്ളിക്കൊണ്ടുള്ള ഈ നിലപാടുകൾ UDF-ൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇതിൻ്റെ വിശദാംശങ്ങളായി നൽകാനുള്ളത്? അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ മുസ്ലിം ലീഗിൻ്റെ നിലപാട് കോൺഗ്രസിൻ്റെയോ വി.ഡി. സതീശൻ്റെയോ നിലപാടുകളല്ല എന്ന് വ്യക്തമായിരിക്കുകയാണ്. അത് പൂർണ്ണമായി തള്ളിക്കളയുകയാണ് മുസ്ലിം ലീഗ് നേതാക്കൾ ചെയ്യുന്നത്. അത് വഖഫ് ഭൂമി അല്ല എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല എന്ന് മുസ്ലിം സംഘടനകൾ ആരും പറഞ്ഞിട്ടില്ല എന്ന് മുസ്ലിം ലീഗ് വ്യക്തമാക്കുകയാണ്. അതേസമയം വി.ഡി. സതീശൻ ഒരു ഭാഗത്ത് ഇത് ആവർത്തിച്ച് ഇത് വഖഫ് ഭൂമി അല്ല എന്ന് പറയുമ്പോഴാണ് മുസ്ലിം ലീഗ് നിലപാടിൽ ഒരു വ്യക്തത വരുത്തുന്നത്. മുസ്ലിം ലീഗിനകത്ത് പോലും ഇത്തരത്തിൽ ഇത് വ്യക്തമായി പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായി വന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസം KM ഷാജിയുടെ പ്രസംഗം
പ്രസംഗത്തോടെയാണ് നേതാക്കൾ ഈ നിലപാടിലേക്ക് ഇതിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു ചർച്ച ചെയ്യേണ്ട കാര്യമില്ല എന്ന ഒരു പൊതു നിലപാട് മുസ്ലിം ലീഗ് നേതൃത്വത്തിനകത്ത് ഉണ്ട്. കാരണം അവിടെ ഇത് വഖഫ് ഭൂമിയാണോ അല്ലയോ എന്ന് ഇങ്ങനെ ചർച്ച ചെയ്ത് സാമൂഹ്യമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട, അവിടെ കുടിയിറക്കുന്ന ആളുകളുടെ മനസ്സിൽ വലിയ വേദന ഉണ്ടാക്കേണ്ടതില്ല. ഈ പ്രശ്നം വേഗം പരിഹരിക്കുക എന്ന രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുകയാണ് മുസ്ലിം ലീഗ് ചെയ്യുന്നത്. എന്നാൽ UDF-നകത്ത് ആ ഒരു പിന്തുണ മുസ്ലിം ലീഗിന് ലഭിക്കുന്നില്ല. പ്രത്യേകിച്ച് VD സതീശൻ എല്ലാം ഇത് ഈ വിഷയത്തിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് എന്ന് മുസ്ലിം ലീഗ് കരുതുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ലീഗ് നേതാക്കൾ ഓരോരുത്തരും ഈ വിഷയത്തിൽ കൂടുതൽ വ്യക്തത വരുത്തുന്ന സാഹചര്യം ഉണ്ടാവുന്നത്. പൂർണ്ണമായി കോൺഗ്രസിൻ്റെയും VD സതീശൻ്റെയും നിലപാട് മുസ്ലിം ലീഗ് ഇപ്പോൾ തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. അജിംഷാദ്. ശരി, സ്വാലിഹാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത്.